ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാൽഷ്യം നൈട്രേറ്റും ബോറോണും കൂടിയുള്ള ഒരു മിശ്രിതത്തെ പറ്റിയാണ്. ഇത് നമ്മൾ ചെടി പൂവിട്ട് നന്നായി കായ പറിക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലെ കായകളൊക്കെ നന്നായി ഉണ്ടാവുകയും നല്ല വലുപ്പമുള്ള കായകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിനെ വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ഇന്ന് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ബോറോൺ എന്ന് പറയുന്നത് യാര കമ്പനിയുടെ ബോർട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോറോണാണ്. ഇതൊരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 ml ഒരു ബോട്ടിലാണ്. ഇത് നമുക്ക് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മിക്സ് ചെയ്ത് നമ്മൾ കാൽഷ്യം നൈട്രേറ്റിൻ്റെ കൂടെ കലക്കി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം 18%, നൈട്രജൻ 15% അതിൽ അടങ്ങിയിട്ടുള്ളത്. ഈ നൈട്രജൻ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നൈട്രേറ്റ് ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ചെടിയുടെ പച്ചപ്പൊക്കെ നിലനിർത്തുന്നതിന് വളരെ സഹായകരമാണ്. പ്രത്യേകിച്ച് നമ്മളെ പച്ചമുളക് ചെടിക്കൊക്കെ ആവശ്യമായ കാൽഷ്യം വളരെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ഒരുപാട് പൂവും കായും ഉണ്ടാകും. എൻ്റെ ഇവിടെയുള്ള ഒരു പച്ചമുളക് ചെടികൾ നിങ്ങൾക്ക് കാണാം. ഞാനിത് ആദ്യഘട്ടത്തിലുള്ള വിളവെടുപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബോറോണും കാൽസ്യവും കൂടി ഒന്ന് സ്പ്രേ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളെ ചെടി നല്ല രീതിയിൽ പച്ചപ്പ് നിലനിൽക്കുകയും പിന്നീട് ഉണ്ടാകുന്ന കായകളൊക്കെ നല്ല വലുപ്പം ഉണ്ടാകുന്നുണ്ട്. സാധാരണ രീതിയിൽ ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്കൊക്കെ മുളകിൻ്റെ വലുപ്പം കുറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. കാരണം വെച്ചാൽ വളത്തിൻ്റെ കുറവുണ്ട്. പക്ഷേങ്കിൽ ഈ ബോറോണും കാൽസ്യവും നമ്മൾ ഓൾറെഡി സ്പ്രേ ചെയ്തുകൊണ്ട് അത്രയും ഡെഫിഷ്യൻസി കാണിക്കുന്നില്ല. പിന്നെ ചെടികൾ നല്ല പച്ചപ്പ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പച്ചമുളക് ചെടിക്കൊക്കെ കാൽഷ്യം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. കാരണം പച്ചമുളകിൽ അധികം അടങ്ങിയിട്ടുള്ളത് കാൽഷ്യമാണ്. ഈ കാൽഷ്യം നമ്മൾ സമയാസമയങ്ങളിൽ സ്പ്രേ ചെയ്താൽ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും പുതിയ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുകയും ചെയ്യും. നമ്മളെ വരുമാനം നിലച്ചു പോകാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് മാർക്കറ്റിൽ ബോറോൺ 2 ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് ലിക്വിഡ് ഫോമിൽ വരുന്നത്, രണ്ടാമത്തത് പൗഡർ ഫോമിൽ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തത് ലിക്വിഡ് ഫോമാണ്. അതുപോലെ തന്നെ പൗഡർ ഫോമിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കമ്പനിയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. യാര, ടാറ്റ, ബയർ അതുപോലുള്ള നല്ല സ്റ്റാൻഡേർഡ് കമ്പനിയുടെ പർച്ചേസ് ചെയ്താൽ നമുക്കിത് നല്ല റിസൾട്ടാണ് കിട്ടുക. കാൽഷ്യം നൈട്രേറ്റ് നമുക്കിവിടെ ക്രിസ്റ്റൽ ഫോമിലാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഡോസേജ് വേണ്ടതെന്ന് വെച്ചാൽ 3 മുതൽ 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. അതേസമയം ബോറോൺ നമുക്ക് വരുന്നത് ഒരു ലിക്വിഡ് ഫോമിലാണ്. 1 ml 1 ലിറ്റർ എന്ന തോതിൽ കലക്കിയിട്ടാണ് നമുക്ക് ബോറോൺ സ്പ്രേ ചെയ്യേണ്ടത്.